ശ്രീമദ് ഭാഗവതം ക്ലാസ് 235. നമ്മുടെ സ്കന്ധം 10 ആദ്യത്തെ ഭാഗത്തിലെ 33-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഗോപികമാരെ രാസക്രീഡയാൽ രമിപ്പിക്കുന്നു. ഇവിടെ രാസക്രീഡ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നിൽ ശ്രീസുഖൻ പറയുകയാണ്, ഇപ്രകാരമുള്ള കൃഷ്ണന്റെ മനോഹര വാക്കുകൾ കേട്ട ഗോപികമാർ അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കേട്ട് വിരഹം കൊണ്ടുണ്ടായ പരിതാപത്തെ പരിഹരിച്ചു. ആ വിരഹ ദുഃഖമെല്ലാം തീർന്നു. അതങ്ങ് വന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അവരുടെ അതങ്ങ് തീർന്നു. ഇത് 2 ആ കാളിന്തി മണൽ തട്ടിൽ വെച്ച് ഗോകുലേശ്വരനായ ശ്രീകൃഷ്ണൻ അനുസരണയുള്ള പ്രേമം കലർന്ന പരസ്പരം കൈകോർത്തി പിടിച്ചവരുമായ പെൺമണികളോടുകൂടി ഇടകലർന്നുകൊണ്ട് രാസക്രീഡ ആരംഭിച്ചു. ഇടകലർന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നൃത്തമാണ് ചെയ്യുന്നത്. 3-4 എല്ലാ സ്ത്രീകളും യാതൊരുവരെ അവരവരുടെ അരികത്ത് അണഞ്ഞിരിക്കുന്നവരായി വിചാരിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് ഉണ്ട്, ആര്? കൃഷ്ണനുണ്ട് എന്ന നിലയിൽ വിശ്വസിച്ചു. ഓരോ ആർക്കും അവരവരുടെ കൃഷ്ണൻ അടുത്തുണ്ട്. അവരവരുടെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ആ ഒരു സിസ്റ്റം, അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന നിലയിൽ കാണണം. ഇവിടെ കൃഷ്ണൻ പലതായി തിരിഞ്ഞ മാതിരി വിചാരിച്ചു. അതായത് അവർക്ക് അങ്ങനെ തോന്നി. അരികത്തണഞ്ഞിരിക്കുന്നവരായി വിചാരിച്ച് ഈ 2 പേരുടെ ഇടയിൽ, അങ്ങനെയുള്ള 2 പേരുടെ ഇടയിൽ ഏകരൂപത്തിൽ വസിക്കുന്നവനും, അത് പറയുമ്പോൾ എപ്പോൾ അത് പറയും, കൃഷ്ണനെ കൃഷ്ണനായിട്ടൊന്നും കണ്ടുപോകരുത്, ഏകരൂപത്തിൽ വസിക്കുന്ന, പക്ഷേ 2 പേരുടെ ഇടയിൽ എല്ലാവരുടെ കുറേ പേരുണ്ടല്ലോ, ഉണ്ടെങ്കിലും അവൻ ഏകനാണ്. അചിന്ത്യ ശക്തി സമ്പന്നനും, അവൻ്റെ ശക്തി അപാരമാണ്. അതുകൊണ്ട് ഇങ്ങനെ എത്രയായിട്ടും ആകാറാനുള്ള കഴിവുണ്ടെന്നും ചിന്തിച്ചോളൂ. ആ രൂപത്തിൽ കണ്ടോളൂ. സാധാരണ കഥയിലൂടെ പോകുന്നവർക്ക് കൃഷ്ണൻ ഇങ്ങനെ പലതായിട്ട് വന്നത് എന്ന നിലയിൽ കാണാം. അല്ലെങ്കിൽ ഈ എല്ലാ ഗോപന്മാരും ഗോപികമാരും എല്ലാം തന്നെയാണ് കൃഷ്ണൻ തന്നെയാണ്, പലതായി തീർന്നതാണ്. ആയ ഭഗവാൻ കഴുത്തിൽ അന്യോന്യം കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗോപികമാരോടുകൂടി രാസലീലോത്സവം ആരംഭിച്ചു. അത് രാസലീലോത്സവമാണ്, ഒരു ഉത്സവം മാതിരിയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് ദർശിക്കുവാനുള്ള തിടുക്കത്തിൽ അത് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അസംഖ്യം സ്വർഗവാസികൾ വിമാനങ്ങളിലെല്ലാം കയറിയിട്ട് ഇങ്ങനെ വന്നു എന്നാണ് പറയുന്നത്. വിമാനം മുഴുവൻ വിമാനം നിറഞ്ഞു കിടക്കുകയാണ്. അവരുടെ വിമാനം ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടാവില്ലായിരിക്കും. ആകാശത്തിൽ ഇങ്ങനെ വിമാനത്തിൽ സ്വർഗവാസികളെല്ലാം കണ്ടു ഇവരുടെ ഈ നൃത്തം കാണാൻ, രാസലീല കാണാൻ. അവിടെ തിരക്കി നീങ്ങി എന്നാണ് പറയുന്നത്. വിമാനങ്ങളെല്ലാം അങ്ങനെ തിരക്കിയാണ് നിൽക്കുന്നത്. 5 ദുന്ദുരുവി മുഴങ്ങി. ദേവന്മാർ പിന്നെ അവിടെ കിടന്നിട്ട് പെയ്ക്കുമല്ലോ. ഗന്ധർവ മുഖ്യന്മാരുടെ പത്നിമാരോടുകൂടി, ഗന്ധർവ മുഖ്യന്മാരെല്ലാം പത്നിമാരോടുകൂടിയാണ് ഭഗവാൻ വന്നിട്ട് ഭഗവാനെ പാടിപ്പോടുത്തി ഇത് ചെയ്യുന്നതിന്. പിന്നെ 4 രാസമണ്ഡലത്തിൽ പ്രിയനോട് ചേർന്ന് ഗോപശ്രീകളുടെ കൈവളകളുടെയും കാച്ചിലങ്കകളുടെയും കിങ്ങിണികളുടെയും എല്ലാം ശബ്ദം മുഴങ്ങി. അവരുടെ എല്ലാം നൃത്തം ചെയ്യുമ്പോൾ ശബ്ദം മുഴങ്ങുമല്ലോ. ഇതിലൊന്നും പറയാം, വ്യാഖ്യാനമൊന്നും വേണം. 7 തങ്കം കൊണ്ട് ഉണ്ടാക്കിയ മണികളുടെ, തങ്കത്താൽ തീർത്ത മണികളുടെ ഇടക്ക് മരതക്ക കല്ല് തിളങ്ങുന്ന പോലെ, തങ്കം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മണികളുടെ ഇടക്കൊരു മരതക കല്ലുണ്ടെങ്കിൽ അതെങ്ങനെയാണോ അതുപോലെ ഗോപശ്രീകളുടെ ഇടയിൽ ഭഗവാൻ ഏറ്റവും തിളങ്ങി എന്നാണ് പറയുന്നത്. ഗോപശ്രീകളുടെ ഇടയിൽ
കൃഷ്ണനാണ് തിളങ്ങിയത്. 8 കാൽവെപ്പുകളും കൈക്കിലങ്ങത്തോടും കൂടി പുഞ്ചിരിയോടെ പുരികം വെട്ടിക്കൽ, അതെല്ലാം. പിന്നെയോ വളയുന്ന അരക്കെട്ടുകളെല്ലാം വളഞ്ഞിട്ടുള്ളത്, ഇളകുന്ന ഉടുതുണികളോടും, തുണികളെല്ലാം ഇളകുമല്ലോ, കവിൾത്തടത്തിൽ തട്ടിയാടുന്ന കർണാഭരണങ്ങളെല്ലാം കവിൾത്തടത്തിൽ തട്ടുന്നുണ്ട്. കൂടിയവരായി വിയർപ്പെല്ലാം പൊടിയുന്നുണ്ട്. ഭയങ്കര നൃത്തമായിരുന്നു. തലമുടിയും അരഞ്ഞാണം എല്ലാം അതെല്ലാം അലിഞ്ഞുലഞ്ഞ് ഇരിക്കുകയാണ്. വിഹരിക്കുന്ന അവർ കൃഷ്ണനെ പാടിക്കൊണ്ട് പ്രശോഭിച്ചു. കൃഷ്ണനെ പറ്റിയുള്ള ഗാനങ്ങളും അവർ ആ നൃത്തത്തോടൊപ്പം ചെയ്യുന്നുണ്ട്. ഒമ്പതാമത്തെ, ഭഗവാനോടൊപ്പം രമിക്കുന്നതിൽ ആനന്ദം കൊണ്ടവർ രാഗമാലികയും നൃത്തം വെക്കലും ചെയ്തപ്പോൾ, പാട്ടുപാടലുകളും നൃത്തം ചെയ്തപ്പോൾ ആ ലോകത്തെ മുഴുവൻ ഗാനം കൊണ്ട് മൂടി എന്നാണ് പറയുന്നത്. ആ ലോകം മുഴുവൻ ഗാനത്തിൽ അലിഞ്ഞു. അപ്പോൾ ഇത് ലോകം മുഴുവനുള്ള സംഭവങ്ങൾ ജനറലായിട്ട് ഒരു സ്ഥലത്തായിട്ട് ചിത്രീകരിച്ചതായിട്ട് കണ്ടാൽ മതി. ഇനി 10 ഒരുവൾ ഭഗവാനോടുകൂടി സ്വരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പാടിയപ്പോൾ, ഒരുവൾ ഭഗവാനോടൊത്ത് സ്വരങ്ങളെ വെച്ചുകൊണ്ട് പാടി. അപ്പോൾ ഭഗവാൻ ഫലേ കേമം എന്ന് വിളിച്ച് അവളെ അഭിനന്ദിച്ചു. പിന്നെയോ അവളോടൊത്ത് ഏറ്റുപാടുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് വലിയ പ്രോത്സാഹനമായി. അഭിനന്ദിക്കുക മാത്രമല്ല, പിന്നെ അവളോടൊപ്പം കൂടി അങ്ങ് ഏറ്റുപാടാൻ തുടങ്ങി. അത് അവർക്ക് അത്യധികം അഭിമാനമുണ്ടാക്കിയെന്നാണ് പറയുന്നത്. രാസലീലയിൽ തളർന്ന ഒരുവൾ 11 രാസലീലയിൽ തളർന്ന ഒരുവൾ വളകളും കൊഴിഞ്ഞു വീഴുന്ന പൂക്കളും കൊണ്ട്, തലയിൽ നിന്ന് പൂക്കളെല്ലാം അടർന്നു വീഴുന്നുണ്ട്, ഹരിതത്തെ കണ്ണൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. അവൾ തളർന്നിട്ട് കൃഷ്ണൻ്റെ തോളിൽ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം ഭാവനയെ കണ്ടോളൂ. പിന്നെ 12 അവരിൽ ഒരുവൾ തൻ്റെ തോളിൽ വെച്ച ആമ്പൽപ്പൂവിൻ്റെ ഗന്ധമുള്ള കൃഷ്ണൻ്റെ കരത്തെ രോമാഞ്ചത്തോടെ ചുംബി. അവളുടെ തോളിൽ വെച്ചപ്പോൾ അതിനെ രോമാഞ്ചത്തോടെ ചുംബിച്ചു. 13 മറ്റൊരുവൾ കവിൾത്തടത്തെ കൃഷ്ണൻ്റെ കവിൾത്തടത്തോട് ചേർത്തു. എന്നിട്ടോ താമ്പൂലോച്ഛിഷ്ടത്തെ ഭഗവാൻ അവക്ക് കൊടുത്തു. ഇനി 14 ആട്ടും പാട്ടുമായി തളർന്നു പോയ ഒരുവൾ ഭഗവാന്റെ കരങ്ങളെ സ്ഥാനങ്ങളിൽ എടുത്തു വെച്ചു. ഇനി 15 ലക്ഷ്മി ദേവിക്ക് അതിപ്രിയനായ ശ്രീകൃഷ്ണനെ കാന്തനായി ലഭിച്ചതിന് അവിടുത്തെ തൃക്കരത്താൽ ആശ്ലേഷിക്കപ്പെട്ട ഗോപികമാർ നിന്തിരുവടിയെ പറ്റി പാടിക്കൊണ്ട് കളിച്ചു. 16 കാതിലെ ആമ്പൽപ്പൂവിനാലും കവിളിലെ വിയർപ്പു തുള്ളികളാലും വളകിലുക്കത്താലും വാർമുടിയിലെ പൂക്കൾ ഇഴുകി വീഴുന്നുണ്ട്. ഗോപികമാർ വണ്ടുകൾ പോലും പാട്ടുകാരായിരിക്കുന്ന രാസമണ്ഡലത്തിൽ ഭഗവാനോടൊത്ത് നൃത്തം ചെയ്തു. വണ്ടുകൾ പോലും ആ സമയത്ത് അവരോടുകൂടി പാട്ടുപാടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. പിന്നെ 17 ഇങ്ങനെ ഭഗവാൻ ആലിംഗനം, കരസ്പർശം, പ്രേമവിലാപം, പിന്നെ വിലാസഹാസ്യങ്ങൾ, തമാശ അതെല്ലാം പറയില്ല എന്നിവയാൽ ഗോപശ്രീ സുന്ദരിമാരുടെ കൂടെ സ്വന്തം നിഴലുകളോടൊത്ത് കുട്ടികൾ കളിക്കുന്നത് പോലെ, കുട്ടികളോട് നിഴലോട് കളിക്കുന്നത് പോലെയാണ് കൃഷ്ണൻ അവരോടൊത്ത് കളിച്ചത്.
18 ഭഗവാന്റെ അംഗസ്പർശത്താലുള്ള ആനന്ദ വായ്പിനാൽ ഇന്ദ്രിയ വൈവശ്യം ചേർന്നവരായ ഗോപനാരിമാർ തലമുടി, അപ്പം ആ ഒരവസ്ഥയിൽ തലമുടി, എലെ പട്ടുടയാട, എലെ മുലക്കച്ച, ഇതെല്ലാം മുമ്പിലത്തെ പോലെയിലെ അവസ്ഥയിലേക്ക്, അതായത് അവയെല്ലാം അവിടുന്ന് മാറി വന്നപ്പോൾ അത് പിടിച്ചിട്ട് മുമ്പിലത്തെ അവസ്ഥയിൽ പഴയ പോലെ ആക്കാൻ പോലും അവർ എന്തായിപ്പോയി, മറന്നുപോയി എന്ന് പറയുകയാണ്. ഇതെല്ലാം കുറച്ചെല്ലാം തെറ്റി മാറിയെല്ലാം കിടക്കുകയാണ്. പക്ഷെ അതൊന്നും പിടിച്ച് നേരിടാൻ പോലും അവർ ചിന്തിച്ചില്ല. അതെല്ലാം അവർ മറന്നുപോയി, അതിനെപ്പറ്റി പോലും മറന്നുപോയി. എന്നിട്ട് 20 പറയാണ്, ഗോപശ്രീകൾ എത്ര പേരാണോ ഉള്ളത് അത്ര പേരായി തൻ സ്വരൂപത്തെ അനായാസേന വിഭജിച്ചിട്ട് തന്നെത്താൻ രമിക്കുന്നവനെങ്കിലും. അപ്പൊ പറയും എപ്പോഴും അത് അതിൻ്റെ കൂടെ കീഴിൽ പറയും. ഓരോ ഗോപശ്രീക്കും ഓരോരുത്തനായിട്ടാണ് വന്നത്. കൃഷ്ണൻ വിഭജിച്ചു വന്നെങ്കിലും ഉടനെ പറയുകയാണ്, തന്നിൽ തന്നെ രമിക്കുന്നവനാണ് കൃഷ്ണൻ. അല്ലാതെ അത് വേറെയിലൊന്നും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എങ്കിലും ആ ഭഗവൻ അവരോടുകൂടി രമിച്ചു, എങ്കിലും അവരോടുകൂടി രമിച്ചു. അപ്പോൾ ആരാണിത്? യഥാർത്ഥത്തിൽ കൃഷ്ണൻ പലതായിട്ട് വന്നു എന്ന നിലയിൽ വേണം ചിന്തിക്കാൻ. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഗോപന്മാരും ഗോപികമാരുടെ എല്ലാം കാര്യം തന്നെയാണ് ഈ പറയുന്നത്. അത് തന്നെയാണ് കൃഷ്ണൻ പലതായി വന്നിട്ട് ഈ സമൂഹത്തിൽ കാണിക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് ആര് തന്നെയാണ്? ഏകനായ ആ ഈ കൃഷ്ണൻ തന്നെയാണ്. പിന്നെ അവിടെ ഒരുവളുടെ മുഖത്ത് ഭഗവാൻ ഏറ്റവും സുഖപ്രദമായ കരം കൊണ്ട് പ്രേമത്തോടെ തുടച്ചു കൊടുത്തു, മുഖേന തുടച്ചു കൊടുത്തു വേർപ്പല്ലുള്ളപ്പോൾ. ഇനി 22 ഭഗവാന്റെ കൈനഖങ്ങളുടെ സ്പർശത്താലുള്ള ആനന്ദ വായ്പ കൊണ്ട് ഗോപികമാർ സ്വപതിയായ പുരുഷോത്തമന്റെ ചരിതങ്ങളെ പ്രകീർത്തിച്ചു. ഇനി 23 ഭഗവാൻ ഗോപികമാരുടെ സ്തനങ്ങളിൽ നിന്നും പറ്റുന്ന കുംഭത്തിൻ്റെ നിറം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിറം തന്നെ എന്തായിരുന്നാല് ഈ ചുവന്ന നിറമായിട്ട് തീർന്നു ഈ കുങ്കുമം കൊണ്ട്. എന്നിട്ട് അപ്പോൾ അവളുടെ സ്ഥലങ്ങളിൽ ആ കുങ്കുമെല്ലാം അവൻ്റെ മേത്തായിട്ട്, കൃഷ്ണൻ്റെ മുഖത്തെ മേത്തലായിട്ട് ആ നിറ ഏതായി തീർന്നു എന്ന് പറയുന്ന കുങ്കുമത്തിൻ്റെ നിറമായിട്ട് തീർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ശേഷം എന്ത് ചെയ്തു? തളർന്ന മതയാന പിടയോടുകൂടി ഇറങ്ങുന്നത് പോലെ ജലത്തിലേക്ക് ഇറങ്ങി, നദിയിലേക്ക് ഇറങ്ങി. 24 തന്നിൽ തന്നെ രമിക്കുന്നവനാണെങ്കിൽ, ഇതെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് പറയും, തന്നിൽ തന്നെ രമിക്കുന്നവനാണെങ്കിലും വെള്ളത്തിലിറങ്ങി കളിക്കുന്ന ശ്രീകൃഷ്ണൻ ഉറക്കെ ചിരിക്കുന്ന യുവതികളാൽ 4 പുറത്തു നിന്നും ധാരാളം വെള്ളം തേകപ്പെട്ടുകൊണ്ടും പ്രേമത്തോടെ കടാക്ഷിച്ചുകൊണ്ടും, വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തേവിക്കളിക്കുക, പ്രേമത്തോടെ കടാക്ഷിച്ചുകൊണ്ടും പൂമഴ പെയ്യുന്ന ദേവന്മാര്. അപ്പോൾ ദേവന്മാര് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ പൂമഴ പെയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കിടന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് സ്തുതിക്കപ്പെട്ടുകൊണ്ടും ആ ഗോപികമാരുടെ കൂടെ വെള്ളത്തിൽ കളിച്ചു. പിന്നെ 25 പിന്നെ മതം ഒഴുകുന്ന കൊമ്പനാനയെ പോലെ പിടിയാനിയുടെ പിന്നാലെ യമുനയുടെ തീരത്തിൽ ഉപവനങ്ങളിൽ സഞ്ചരിച്ചു. മതം ഒഴുകുന്ന കൊമ്പനാനയെ പിടിയാനിയുടെ പിന്നാലെ കാട്ടിലൂട്ട് എങ്ങനെ പോകുന്നവരെ അവരെ പിന്നാലെ കൃഷ്ണൻ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ശ്രീസംഘത്തോട് 26 അങ്ങനെ ശ്രീസംഘത്തോടുകൂടി എല്ലാ രാത്രികളിലും ശൃംഗാര രസത്തോടുകൂടി
തന്നിൽ അടക്കിപ്പെട്ട രേതസ്സോടു കൂടിയവനായി അനുഭവിച്ചു എന്ന് പറയുകയാണ് എല്ലാ രാത്രികളിലും. അപ്പോഴിത് ആരുടെ കാര്യമാണ് പറയുന്നത്? പൊതുവെ ഉള്ള കാര്യമാണ്. കൃഷ്ണൻ എന്നത് ആരാണെന്ന് എപ്പോഴും കൃഷ്ണൻ ആരാണെന്ന് പറയും. ആ കൃഷ്ണനാണ് ഈ പ്രപഞ്ചത്തിലെല്ലാമായി മാറിയത്. എല്ലാ ഗോപന്മാരായി മാറിയതും എല്ലാ കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ എല്ലാ ഗോപന്മാരും ആര് തന്നെയാണ്? കൃഷ്ണൻ തന്നെ ആണ്. അപ്പം പരീക്ഷിച്ച് ചില സംശയങ്ങൾ ചോദിക്കുകയാണ്. പരീക്ഷിച്ച് ചോദിക്കുകയാണ് 27. ശ്രീകൃഷ്ണൻ ധർമ്മരക്ഷക്കും അധർമ്മത്തിൻ്റെ വിനാശത്തിനുമായി ജനിച്ചവനാണ്. ശ്രീകൃഷ്ണൻ ജനിച്ചതിനാണ് ധർമ്മത്തിൻ്റെ രക്ഷക്കും അധർമ്മത്തിൻ്റെ നാശത്തിനുമായി. ധർമ്മങ്ങളുടെ ഉപദേഷ്ടാവായ 28 അദ്ദേഹം പരസ്ത്രീഗമനം എന്ന വിപരീത അധർമ്മത്തെ എങ്ങനെ പ്രവർത്തിച്ചു? അന്യപുരുഷന്മാരുടെ സ്ത്രീകളോട് കൂടിയല്ലേ ഇത് കളിക്കുന്നത്. അതെങ്ങനെയാണ് കൃഷ്ണൻ ചെയ്യുക? അധർമ്മം ഇല്ലാതാക്കാൻ വന്ന കൃഷ്ണൻ തന്നെ അധർമ്മം കയറി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 29 യാദവശ്രേഷ്ഠനായ കൃഷ്ണൻ സർവകാമങ്ങളും സിദ്ധിച്ചവനായിട്ടും എന്താശയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിന്ദിതമായ പ്രവൃത്തിയെ ചെയ്തത്? എല്ലാ കാമങ്ങളും അവൻ്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്നതാണ്. എല്ലാം അവനിലാണുള്ളത്. പിന്നെ എന്ത് ആശയം വെച്ചിട്ടാണ് പുറമെ ഇത് കാണിച്ചത്? ഈ സംശയം ഒന്ന് തീർത്തു തരണമെന്ന് പറയുകയാണ്. അപ്പോൾ 30 ശ്രീ സുഗൻ പറയുകയാണ്, ഈശ്വരന്മാർക്ക് ധർമ്മവ്യതിചലനവും സാഹസകൃത്യങ്ങളും കാണപ്പെട്ടിട്ടുണ്ട്. ധർമ്മത്തിൽ നിന്ന് ഈശ്വരന്മാർക്ക്, ഈശ്വരൻ എന്ന് പറയുന്നത് ആ നിർഗുണമായ ബ്രഹ്മം, ആ ബ്രഹ്മത്തിന് നിയമങ്ങളൊന്നും ബാധകമല്ല. അത് തന്നെയാണ് ആധുനിക സയൻസും അവസാനം ശാസ്ത്രജ്ഞന്മാർ ഇട്ടെറിഞ്ഞ് ഓടിയത്. കാരണം ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ എനർജി ക്യാൻ മൈദർ ബി ക്രിയേറ്റഡ്. പുതുതായിട്ടൊന്ന് സൃഷ്ടിക്കാൻ പറ്റില്ല. ഉള്ളതിനെ ഒന്നിൽ നിന്ന് വേറൊന്നാക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അവർ ക്വാണ്ടം അങ്ങ് എത്തിയതിൻ്റെ ശേഷം അതിൻ്റെ അപ്പുറം കിടക്കുമ്പോൾ, അതായത് 10 കിലോ അരി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 2 കിലോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 8 ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ആധുനിക സയൻസ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടുത്തമെല്ലാം നടത്തിയിട്ട് പ്രവചനങ്ങളെല്ലാം ഉണ്ടാക്കിയത്, പല തത്വങ്ങളും ഉണ്ടാക്കിയത്. 10 ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് 2 എടുത്താൽ പിന്നെ 8 കാണാൻ പാടുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 10 ഉണ്ടെങ്കിൽ 10 എടുത്താലും 10 ആളെ ശേഷിക്കും. അത് ദേവന്മാരുടെ, അവിടെയാണ് ഈശ്വരൻ കിടക്കുന്നത്. അപ്പം ഈശ്വരൻ ഇതൊന്നും ബാധകമൊന്നുമല്ല. ഈശ്വരനിൽ നിന്ന് ഒരു ഈശ്വരൻ എടുത്താലും അവിടെ ഒരു ഈശ്വരൻ ബാധിക്കുന്നതാണ് പറയുന്നത്, നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പം അവിടെ ഈ നിയമങ്ങളൊന്നും ബാധകമൊന്നുമില്ല, നേരെ കടകവിരുദ്ധമാണ്. അതുകൊണ്ട് ഈശ്വരന്മാർക്ക് ധർമ്മവ്യതിചലനവും സാഹസകൃത്യങ്ങളും കാണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈശ്വരനിൽ നിന്നും നമ്മളൊരു പകുതി ഈശ്വരൻ എടുത്താലും അവിടെ ബ്രഹ്മം അതേപോലെ ശേഷിക്കും. പക്ഷേ സയൻസിൽ വരുമ്പോൾ അത് പറ്റില്ല. ഒരു ഈശ്വരനിൽ നിന്ന് പകുതി ഈശ്വരൻ എടുത്താൽ പിന്നെ അവിടെ പകുതി ഈശ്വരനെ പാടുള്ളൂ. അതല്ലാത്തത് കൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ എന്ത് ചെയ്ത്, മതി നമുക്കിനി അത് എടുക്കുമ്പോൾ ഇത് മുഴുവൻ പൊളിയും. അതുകൊണ്ട് അവരവിടെ നിർത്തി. പക്ഷെ വേദവ്യാസം പറഞ്ഞു 2 സയൻസ് ഉണ്ട്, പരാസയൻസും അപരാസയൻസും. അപരാസയൻസിൽ 10 കിലോ ഉണ്ടെങ്കിൽ 2 എടുത്തു കഴിഞ്ഞാൽ അത് 8 കാണും. പക്ഷേ പരാസയൻസിൽ 10ൽ നിന്ന് 10 എടുത്തു കഴിഞ്ഞാൽ 10 അവിടെ ശേഷിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള 2 സയൻസ്. അപ്പോൾ ഈശ്വരന്മാർക്ക് ധർമ്മവ്യതിചലനവും സാഹസകൃത്യങ്ങളും കാണപ്പെട്ടിട്ടുണ്ട്. തേജസ്വികളായ അവർക്ക് അതൊന്നും ദോഷമായി തീരില്ല. എല്ലാം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് ദോഷമില്ലാത്തതുപോലെ, അഗ്നിയെ ഒരു ചളി വളരെയധികം വൃത്തികെട്ട ഒരു വേസ്റ്റ് കത്തിച്ചാലും അത് കത്തിയാൽ അഗ്നിക്ക് കേടാവില്ല, ഒരു കുഴപ്പമില്ല, ശുദ്ധം തന്നെയാണ്. നേരെ മറ്റ് വെള്ളം കൊണ്ട് ഒരു വേസ്റ്റ് സാധനം കഴുകിയാൽ
ആ വെള്ളം വൃത്തികേടാവും. പക്ഷെ അഗ്നിക്ക് അതില്ല. അതുപോലെ ഈശ്വരന്മാർക്ക് ആ ഗുണമോ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ 31 പറയാണ് ഈശ്വരത്വം ഇല്ലാത്തവൻ, അങ്ങനെ ഈശ്വരനല്ലാത്തവൻ ഇതൊരിക്കലും നനച്ചുകൂടാ. ഈശ്വരനല്ലാത്തവൻ ഇതൊന്നിനെ പറ്റി ഒന്നും ചിന്തിച്ചുകൂടാ. കാരണം മൂഢത കൊണ്ട് അത് ചെയ്യുന്നവൻ, ഈശ്വരന് ചെയ്യാലോ എനിക്കും ചെയ്യാലോ എന്ന് പറഞ്ഞ് ചെയ്യുന്നവൻ സമുദ്രത്തിലെ കാളകൂട വിഷം കഴിച്ചതുപോലെ നശിച്ചു പോകും. ഇനി 32 ജ്ഞാനവൈരാദികളുടെ ഈശ്വരന്മാരുടെ വാക്ക് പ്രാമാണ്യമാണ്. ജ്ഞാനവൈരാഗ്യം, ജ്ഞാനമുള്ളതും വൈരാഗ്യവുമുള്ള ആ വ്യക്തികളുടെ വാക്ക് പ്രാമാണ്യമാണ്. അവർ പറയുന്നത് അതേപോലെ സ്വീകരിച്ചാണ്. എന്നാൽ അവരുടെ ആചാരം ചിലത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നാൽ അവർ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തുകൂടാ. അതിൽ ചിലത് മാത്രം എടുക്കുക. ഏതാ എടുക്കേണ്ടത്? അവരുടെ വാക്കും ആചാരവും ഒന്നായത് മാത്രം ബുദ്ധിയുള്ളവർ സ്വീകരിക്കണം. അവർ പറയുന്നതും അവർ ആചരിക്കുന്നതും ഒന്നായി വരുമെങ്കിൽ മാത്രമേ ബുദ്ധിയുള്ളവരത് സ്വീകരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് അതേപോലെ ഒന്നും ചെയ്യരുത്, വിശ്വസിക്കാനും പാടില്ല. അവരിന്നെല്ലാം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കരുത്. നമുക്കത് വേണ്ട, അത് വെറുതെ കഥയിൽ അടിച്ചു കൊടുക്കുകയാണ്. മുപ്പത്തിമൂന്നില് അഹന്തയും അഭിമാനവും ഇല്ലാത്ത ഈശ്വരന്മാർക്ക് ധർമാനുഷ്ഠാനത്തിൽ ഈ ലോകത്ത് കൈവരിക്കാൻ ഒന്നുമില്ല. അവർക്ക് അഹന്തയുമില്ല, അഭിമാന പ്രശ്നങ്ങളൊന്നുമില്ല. ഈശ്വരന്മാർക്കൊന്നുമില്ല. അതുകൊണ്ട് അവർക്കെന്തെങ്കിലും ധർമ്മം പ്രവർത്തിച്ചിട്ടൊന്നും നേടാനിവിടെ ഇല്ല. അതുപോലെ തന്നെ അധർമ്മം പ്രവർത്തിച്ചത് കൊണ്ട് അവർക്കിവിടെ ഒരു ദോഷവും സംഭവിക്കാൻ ഇല്ല. അവർക്ക് ധർമ്മവും അധർമ്മവും എല്ലാം ഒന്ന് തന്നെ. ഇനി 34 അഹന്താഭിമാനം നീങ്ങിയവർക്ക്, അഹന്തയും അഭിമാനവും നീങ്ങിയവർക്ക്, അതായത് അവർക്ക് പിന്നെ പുണ്യപാപ സംബന്ധമില്ലെങ്കിൽ അവർക്ക് പുണ്യവും പാപവും ഒന്നും തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവർക്ക് ബാധകമല്ല. ശ്രീകൃഷ്ണന് അത് ഇല്ല എന്ന് പറയുന്നതിൽ ഒരു സംശയം വേണ്ടതില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണനും ആ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് അതിൽ കുറ്റമൊന്നും ആരും കാണണ്ട. 35 യാതൊരുവരുടെ തൃപ്പാദത്തിലെ പൊടികളെ സേവിക്കുവാൻ കഴിയുന്ന യോഗികൾക്കും മറ്റും ബന്ധനമുക്തരായി സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ പാദത്തിൽ പൊടി സ്വീകരിക്കുന്ന ഭക്തന്മാർ, യോഗികൾ. അപ്പൊ യോഗികളിൽ എവിടെയാണ് എത്തുന്നത്? അദ്ദേഹത്തിന്റെ പാദത്തിലാണ് എത്തിച്ചത്. പാദത്തിലെ പൊടിയിലാണ്. എന്താ ഈ അദ്ദേഹത്തിന്റെ പാദത്തിലെ പൊടി എന്ന് പറയാൻ കാരണം? അങ്ങനെയുള്ള കൃഷ്ണൻ പാപപുണ്യബന്ധം എങ്ങനെയാണ്? അങ്ങനെയുള്ള കൃഷ്ണന് പാപപുണ്യബന്ധം എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പാദത്തിലെ പൊടി എന്തുകൊണ്ടാണ് പറയുന്നത്? എപ്പോഴും ഈ പാദത്തിലെ പൊടി എന്ന് പറയുന്നുണ്ട്. പാദത്തിലെ പൊടി മാത്രമല്ല നമ്മൾ കണ്ടത്, പാദമെടുത്തിട്ട് സ്ഥലത്തിൽ വെക്കുന്നു എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ പാദം എടുത്തിട്ടാണോ സ്ഥലത്തിൽ വെക്കുക? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അവിടെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് കൃഷ്ണൻ ആരാണെന്ന് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാരാണ്? ശ്രീഹരിയാണ്, നിർഗുണമായ ബ്രഹ്മമാണ്. നിർഗുണമായ ബ്രഹ്മം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുക. ഇവിടെ എത്ര സ്പേസ് ഉണ്ടോ അത് മുഴുവൻ ആ ബ്രഹ്മം വ്യാപിച്ച് കിടക്കുന്ന. അതിന് അളവില്ല. അതിൻ്റെ അറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നും ഉത്തരം പറയാൻ പറ്റില്ല. ഋഷികൾക്ക് പോലും പറയാൻ പറ്റില്ല. നമുക്ക് സൗകര്യത്തിന് ഇത് ആ ബ്രഹ്മമാണെന്ന് വിചാരിക്കുക. ഇത് ഒഴിഞ്ഞ സ്ഥലം, ശൂന്യമായ സ്ഥലം, ഇതാണ് ബ്രഹ്മം. എലേന ശ്രീഹരി. ഇതിനെ ഒരു വിരാട് പുരുഷനായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂലയാണ് പാദം. ഇതാണ് പാദം. അപ്പം പ്രപഞ്ചത്തിൽ ഇതങ്ങ് വിസ്തരിച്ച് കിടക്കുകയാണ് ബ്രഹ്മം.
അത് ശ്രീഹരി. ഇത് മുഴുവൻ വിരാട രൂപമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പാദം എന്ന് പറഞ്ഞ ഒരു മൂലയായിരിക്കും. ആ മൂലയിലാണ് നമ്മളെ പ്രപഞ്ചമുള്ളത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 7 ലോകങ്ങളുള്ളത്. അത് വലിയൊരു ഗോളം മാതിരി ഇരിക്കുകയാണ്. പക്ഷെ ഗോളം എത്രയേ ഉള്ളൂ? ഈ ശ്രീഹരിയായിരുന്ന ഈ പ്രപഞ്ചത്തിന്റെ പാദമാകുന്ന ഇവിടെയാണ് ഒരു പൊടി കണക്കേ ഉള്ളൂ. ഇതിന്റെ വലിയ സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു പൊടി കണക്കെ ഗോളമായിട്ട് നിൽക്കുകയാണ്. ഇതിങ്ങനെ ഗോളം മാതിരി നിൽക്കുകയാണ്. ആ ഗോളത്തിലെ ഒരു പ്രപഞ്ചത്തിൻ്റെ അകത്തൊരു ചെറിയ ബിന്ദുവാണ് നമ്മളുടെ ഭൂമി. ഒരു ബോള്, അതിൻ്റെ നടുവിലുള്ള ഒരു ബിന്ദുവാണ് ഭൂമി. ഇതാണ് പ്രപഞ്ചം. ഇത് തന്നെ ഒരു പൊടി കണക്കാണ്. ഇതൊരു വലിയ ബോളായിട്ട് ചിന്തിച്ച് ഇത് കഴിഞ്ഞാൽ എന്തുമാതിരി തോന്നുന്നുണ്ട് കാണാൻ? സ്ഥലമാതിരി തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഇതൊരു പൊടിക്ക് സമാനമാണ്. അപ്പൊ ഇത്രയും പ്രബലമുള്ള ഇതങ്ങ് നീണ്ടു പോവുകയാണ്. ഈ അളവൊന്നുമില്ല, അങ്ങനെ പോവുകയാണ്. അതൊരു പുരുഷനായി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൂല കാലിന്റെ അറ്റത്തുള്ള ഒരു പൊടിയാണ്. അതാണ് സ്ഥാനമായിട്ട് ചിത്രീകരിച്ചത്. അതാണ് പ്രപഞ്ചം ഗോളമായിട്ട്. അതിന്റെ നടുവിലാണ് നമ്മളെ ഭൂമി ഉള്ളത്. ഈ പൊടിയെയാണ് ആര്? അവിടെയാണല്ലോ കാല് വെച്ചിരിക്കുന്നത്. ആ പൊടിയാണ് ഭക്തന്മാര് പ്രാപിക്കുന്നത്. അപ്പം നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയാല് ഈ ശ്രീഹരി എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ ഇതങ്ങ് പരന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഒരു മൂലക്കുള്ള ഒരു പൊടിയെയാണ് നമ്മൾ പ്രാപിക്കുന്നത്. അതിൻ്റെ പാദത്തിൽ ഒരു പൊടിക്ക് സമാനം. അതങ്ങ് വികസിച്ച് കിടക്കുകയാണ് ശ്രീഹരി. അതിൻ്റെ പാദത്തിൻ്റെ ഒരു പൊടിയെയാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവർ. അപ്പം ഈ പറഞ്ഞതെല്ലാം ചെറിയ കഥരൂപത്തിൽ പറയുകയാണെങ്കിലും അതിന് ചെറിയ അർത്ഥങ്ങൾ, ചെറിയ അർത്ഥമല്ല വലിയ അർത്ഥങ്ങൾ ഉണ്ട്. അത് ചിന്തിക്കുന്നവർക്ക്. ചിന്തിക്കാൻ വയ്യാത്തവരിങ്ങനെയെല്ലാം വെച്ചോളൂ. അതെടുത്തിട്ട് മറ്റേടുത്ത് വെച്ച് എന്നല്ല, വേണമെങ്കിൽ ചിന്തിച്ചോളൂ. എന്നിട്ട് 36 പറയാണ്, ഗോപികമാരുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും മറ്റു എല്ലാ പ്രാണികളുടെയും അന്തർഭാഗത്ത് യാതൊരുവൻ സഞ്ചരിക്കുന്നുവോ. അപ്പം ശ്രീഹരിയുടെയാണ് നിൽക്കുന്നത്. ഗോപികമാരുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും എല്ലാം ഉള്ളിൽ അന്തർഭാഗത്ത് യാതൊരുവൻ സഞ്ചരിക്കുന്നുവോ. അപ്പൊ ഈ ഗോപികമാരും ഗോപന്മാരും ആരാണ്? ഭാര്യയും ഭർത്താക്കന്മാരും തന്നെയാണ്. അല്ലെ കാമുകനും കാമുകിയാണ്. ജലം വേറവന്റെ ഭാര്യയാകാം. അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഗോപന്മാരുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും മറ്റു എല്ലാ പ്രാണികളുടെയും, മനുഷ്യര് മാത്രമായിട്ട് എടുക്കണ്ട, പട്ടിയും ആനയും മതയാനയും പിടിയാനയും എല്ലാം തന്നെ, എല്ലാ പ്രാണികളുടെയും അന്തർഭാഗത്ത് യാതൊരുവൻ സഞ്ചരിക്കുന്നു. അവനാണ് എല്ലാവരുടെയും ഉള്ളില് ഈ പല വേഷം കെട്ടിയിട്ട് സഞ്ചരിക്കുന്നത്, പല ഗോപന്മാരായിട്ട് മാറിയിട്ട് സഞ്ചരിക്കുന്നത്. ആ ഭഗവാൻ ക്രീഡക്കായി ഈ ലോകത്തിൽ ദേഹമെടുത്തവനാണ്. ആ ഭഗവാൻ, എല്ലാവരുടെയും ഉള്ളിൽ സഞ്ചരിക്കുന്ന ആ ഭഗവാനാണ് ക്രീഡക്കായിട്ട് എല്ലാ ദേഹവും എടുത്തിരിക്കുന്നത്. ആരുടെ ദേഹം? എൻ്റെയും നിങ്ങളെയും എല്ലാം. എല്ലാതെ കഥരൂപത്തിൽ വായിക്കുമ്പോൾ മറ്റേ അർത്ഥവും കിട്ടും. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നെന്നുള്ള അർത്ഥം അതും കിട്ടും. അപ്പം എല്ലാത്തിലും അതിൻ്റെ ഒരു ശാസ്ത്ര തത്വം എല്ലാം ഉണ്ട്. അത്
പ്രത്യക്ഷത്തിൽ പറയില്ല. പ്രത്യക്ഷത്തിൽ പറഞ്ഞു പോയാൽ ഈ കഥേൻ്റെ പ്രാധാന്യം പോയില്ലേ. അതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റി തുറന്നുകൂടിയില്ല. ബുദ്ധിയുള്ളവൻ ചിന്തിച്ചോളണം. അത്തരത്തിൽ അത് കവിഭാവന എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മളത് വേദവ്യാസൻ്റെ കവിഭാവനയാകുമ്പോൾ പിന്നെ അതിന് ലിമിറ്റൊന്നും ഉണ്ടാവില്ല. അത് മനസ്സിലാക്കേണ്ടിക്ക് കുറച്ചധികം ചിന്തിക്കേണ്ടി വരും. 37 ജീവരാശികൾക്ക് അനുഗ്രഹം നൽകുന്നതിനായി മനുഷ്യ ശരീരം സ്വീകരിച്ച് ജീവരാശികൾക്ക്, എല്ലാ ജീവജാലങ്ങൾക്കും അനുഗ്രഹം നൽകുവാനായി ലൗകികപരമായ സുഖവും ഭൗതികപരമായ ആത്മീയപരമായ ലൗകികപരമായ എന്തുതര ലൈംഗികപരമായ എല്ലാ സുഖവും അനുഗ്രഹം, അതാണ് അനുഗ്രഹം നൽകുന്നതിനായി മനുഷ്യ ശരീരം സ്വീകരിച്ചു. മനുഷ്യ ശരീരമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച ലീലകളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച ലീലകൾ, ഓരോ ആൾക്കും ഓരോ തരം ലീലയിലാണല്ലോ താല്പര്യം. ചിലവർക്ക് കള്ള് കുടിച്ചിട്ട് ഭാര്യമാരെ തള്ളുന്നതിലായിരിക്കും, ആ ലീലയിലായിരിക്കും താല്പര്യം. ഭാര്യമാർക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉറങ്ങാൻ ചിലവർക്ക് പറ്റിയില്ല എന്നും വരും. കള്ളു കുടിച്ച് വന്നിട്ടില്ലെങ്കിൽ ഭർത്താവിനെ ശരിയാവില്ല എന്ന് പറഞ്ഞ് സിനിമയിൽ കണ്ടതാണ്. കള്ളു കുടിക്കാൻ പൈസയും കൊടുത്തു വിടുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ലീലകളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന നിമിഷത്തും. എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആയിരിക്കും. അത് ശ്രദ്ധിച്ച്, അതിനെ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഭഗവാനിൽ ഭക്തിയുള്ളവരായി തീരണം. കാരണം ഈ അനുഗ്രഹങ്ങൾ ആ ഭഗവാനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭക്തി ആർക്കുണ്ടാകണം? ഇതിനെല്ലാം പിന്നിൽ നിങ്ങളെ സഹായിച്ച ആ ഭഗവാനിൽ ഉണ്ടായിരിക്കണം. ഇനി 38 ഈ ലോകമായയിൽ മോഹിതരായി, ഇതെല്ലാം ലോകമായയിൽ ബന്ധപ്പെട്ട് മോഹിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം മായയിൽ അകപ്പെടുത്തിക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. അവരവരുടെ ഭാര്യമാർ അവരവരുടെ അടുത്തുണ്ടെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഗോപന്മാർ ശ്രീകൃഷ്ണനോട് വെറുപ്പ് കാണിക്കുകയുണ്ടായില്ല. ഈ ലോകമായയിൽ മോഹിതരായി അവരവരുടെ ഭാര്യമാർ അവരവരുടെ അടുത്തുണ്ടെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഗോപന്മാർക്കെന്നുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഓരോ ഗോപന്മാരും എൻ്റെ ഭാര്യ എന്താ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. പിന്നെ ഞാനെന്തിനാ അതിനെപ്പറ്റി പോകുന്നത്? അവർ വേറെ ഇടം പോയിട്ടുണ്ടെങ്കിൽ പോട്ടെ, ഇവിടെ എൻ്റെ ഭാര്യ അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് അവർക്ക് കൃഷ്ണനോടൊന്നില്ല, വെറുപ്പൊന്നും ഇല്ല. അപ്പൊ കൃഷ്ണൻ ആരാണ്? ഇതിൽ നിന്നല്ല, ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ കൃഷ്ണൻ ആരാണ്? ഇവിടെ ഈ ലീലകൾ മനുഷ്യർക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ട് അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. മായയിലകപ്പെട്ട് നിങ്ങൾ പോയി രമിക്ക്, അത് ഞാൻ തന്നെയാണ് നിങ്ങളായിട്ട് വരുന്നതും എല്ലാവരിലും രമിക്കുന്നതും ഞാൻ തന്നെയാണ്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മായയിലകപ്പെട്ടിപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഞാനാണ്, എൻ്റെ കക്ഷിയാണ് എന്നുള്ള ചിന്ത തോന്നും. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇനി 39 ബ്രഹ്മമുഹൂർത്തം അടുത്തപ്പോൾ ഭഗവാനാൽ അനുമോദനത്തോടും ആജ്ഞയോടും ഭഗവത് പ്രേരിതരായ ഗോപികമാരോട് പോകുവാൻ പറഞ്ഞപ്പോൾ ഇഷ്ടമില്ലാതെയാണെങ്കിലും അവരവരുടെ ഗൃഹത്തിലേക്ക് അവർ പോയി. ഈ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ നിമിഷത്തിൽ അവരെവിടെ തന്നെയാണുള്ളത്. ഏത് നിമിഷം? ആ നിമിഷത്തിൽ എവിടെയാണുള്ളത്? കൃഷ്ണൻ്റെ അടുത്താണുള്ളത്. ആ നിമിഷത്തിൽ ഭർത്താവിനൊന്നും ഓർക്കൊന്നുമില്ല. ആ നിമിഷത്തിൽ ഏതോ ലോകത്താണ്. ആ ലോകം എന്താണ്? വൈകുണ്ഠമാണ്. അവിടെ ആരാണുള്ളത്? ഭഗവാനാണുള്ളത്. ആ സമയത്ത് അവർക്ക് ഭഗവാന്റെ കൂടിയാണ് നിൽക്കുന്നത്. പിന്നെ വൈഷമ്യത്തോടു കൂടി പിന്നെ തിരിച്ച് എവിടെ തന്നെ വരും? സ്വന്തം ഗൃഹത്തിലേക്ക് തന്നെ വരും. സ്വന്തം ഗൃഹത്തിലേക്ക് വൈഷമ്യം മനസ്സിന് ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നല്ല, തിരിച്ച് സ്വഗൃഹത്തിലേക്ക് വരും.
ഗോകുല വധുക്കളോട് കൂടിയ കൃഷ്ണന്റെ രാസലീല എന്ന ഈ ചരിത്രത്തെ ബുദ്ധിയുള്ള ആരവരുവാനാണോ കേൾക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്നത്? ബുദ്ധിയുള്ള യാതൊരുവനാണോ? എല്ലാതെ ആൾക്കാർ ഇത് പാടി നടന്നു കഴിഞ്ഞാൽ അവമ്മ ബുദ്ധിയില്ലാത്തവനാണെങ്കിൽ അവനെന്ത് ചെയ്യുന്ന ഉള്ള ഊഹിച്ചാൽ മതി. അവൻ കാട്ടുന്നത് എന്തായിരിക്കുന്നു? കൃഷ്ണനെ അനുകരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ബുദ്ധിയുള്ള ആള് കേൾക്കുകയും മറ്റുള്ളവർക്കും പറഞ്ഞ് വർണ്ണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അവൻ ഭഗവാനിൽ ഭക്തി ഉറച്ച് ജിതേന്ദ്രനായി ഹൃദ്രോഗം പോലെയുള്ള കാമത്തെ വെടിയുന്നു. അവര് എന്ത് ചെയ്യും? ഈ ഭക്തിയുള്ളവര് ഇത് പറഞ്ഞു കൊടുക്കുകയോ കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ബുദ്ധിയിലൂടെ ഇത് മനസ്സിലാക്കുമ്പോൾ അവർക്കിതെല്ലാം മായയിൽ വെച്ചിട്ട് ആശാന്റെ കളിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇത് ദോഷമാണ്, ഹൃദ്രോഗം പോലെ. ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ അപ്പം തട്ടിപ്പോവും. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ കാമത്തെ വിടുന്നു. ഈ സത്യം ബുദ്ധിയുള്ളവര് ഇതിൻ്റെ പിന്നിലുള്ള ആ മായ, ഈ കാമത്തിൻ്റെ പിന്നിലുള്ള മായ, കൃഷ്ണൻ ഉണ്ടാക്കി വെച്ച എല്ലാവരെയും പിടിച്ച് അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന മായ, ആ മായയെ മനസ്സിലാക്കുന്നവര് ഇത് വെറും മണ്ടത്തരാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? പിന്നെ കാമത്തെയെല്ലാം കൈവിട്ടിട്ട് നേരെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകും. ബുദ്ധിയുള്ളവരെല്ലാവരും കൃഷ്ണൻ കാണിച്ചതെല്ലാം അവരും കാണിച്ച് നടക്കും.